ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ചുവന്ന ചീര എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. ഒരുപാട് ആരോഗ്യ സമ്പുഷ്ടമായ ഒരു ഇലക്കറിയാണ്. ഇതിൽ ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കുടലിലെ അൾസർ കുറയ്ക്കാനും സോറിയാസിസ് രോഗികൾക്കും രക്തക്കുറവുള്ളവർക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണിത്. ഇത് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇതിനെ നമ്മൾക്ക് കുനുകുന അരിഞ്ഞെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ കടുകല്ല ഇടുന്നത്, അരിമണികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു 6 വെളുത്തുള്ളി പൊളിച്ചെടുക്കാം, ഒരു വറ്റൽമുളക്, കുറച്ച് തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതിലോട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം, സവോള ഇട്ട് കൊടുക്കാം. നല്ലപോലെ സവോളയെ വഴറ്റിയെടുക്കാം. കുഞ്ഞി ജീരകം ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഫ്രൈ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചീരയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ചീരയിലോട്ട് കുറച്ച് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ കുറേ ഉപ്പുകല്ല് വാരി ഇടരുത്. ചീര വെന്ത് കഴിയുമ്പോൾ കുറേ താഴോട്ട് പോകും. ചീരയുടെ വിറ്റാമിൻ ഒന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു. പ്രമേഹ രോഗികൾക്ക്, കൊളസ്ട്രോൾ രോഗികൾക്കൊക്കെ ഇത് കഴിച്ചാൽ പ്രമേഹവും കൊളസ്ട്രോളൊക്കെ കുറയും. രക്ത ഓട്ടം നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടാകും. രാവിലത്തെ ഓട്സ് ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണിത്. അതുപോലെ തന്നെ ഉച്ചക്കത്തെ